കണ്ടോ ഉണ്ടോ കുത്തിപ്പെടുത്തണേ എന്നാന്നല്ലേ ഉണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എന്താ ഇത് നമ്മുടെ കൂവ കണ്ടോ കൂവ കാണാത്തവർ കണ്ടോ കേട്ടോ ഇത് മഞ്ഞക്കൂവയാണ് ഇത് അരിഞ്ഞുണങ്ങി കൊടുത്താൽ നല്ല വില കിട്ടുവേ ഇത് പറക്കലും ഒരു ചടങ്ങാണ് കേട്ടോ കാരണം ഇത് നമ്മുടെ കല്ലും കൂട്ടം അങ്ങനെയുള്ള വലിയ നല്ല സാധനങ്ങളൊന്നും നടാൻ പറ്റിയ സ്ഥലമല്ല ഇത് നോക്കിയേ കണ്ടോ ഈ കച്ചൂലത്തിനൊക്കെ ഇതാ ഇങ്ങനെ ഉണ്ടാവില്ലേ ആ വേറെക്കൂടെ ഒരു കായായിട്ട് ഇതിനും അങ്ങനെയുണ്ട് കേട്ടോ പിള്ളേർക്ക് കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ വെള്ളക്കൂവയുണ്ട് എടുക്കണേ പക്ഷേ ഇതും ഉപയോഗിക്കുമെന്നാണ് പറയണേ കണ്ടോ നോക്കിക്കേ ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ചടങ്ങാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ ഒരു കല്ലും കൂട്ടായിട്ട് തന്നെ ഏരിയ എന്നാലും ഇവിടെ നട്ടാലും അങ്ങനെ വളമോ അങ്ങനെയൊന്നും വേണ്ട എന്നാലും ഉണ്ടായ കൂട്ടാ ഇത് പക്ഷെ പറിച്ചെടുക്കാൻ നല്ല നല്ല വേരൊക്കെ ആയിട്ട് നിൽക്കണുണ്ടോ ഇതിൻ്റെ തട നോക്കിയേ ഇതാ ഇതിൻ്റെ തട കണ്ടോ മഞ്ഞത്തട പോലെ കണ്ടോ ഇതിന് വേര് ചെത്തി ഇതരിഞ്ഞ് ഉണങ്ങിയാണ് കൊടുക്കണേ കണ്ടോ ഇനിയുണ്ട് ഇതിൻ്റെ കണ്ടോ ഇനിയുണ്ട് ഇതിൽ കണ്ടോ ഒരു കട എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി നമ്മുടെ മഞ്ഞൾ ഉണ്ടാവണേക്കാളും ഇതുണ്ടാവുമേ കേട്ടോ ഇതൊരു കടയാട്ടോ ഈ കാണണേ ഇതെല്ലാ വർഷവും അങ്ങനെ പറിക്കൊന്നുമില്ല പറിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടോ ഇത് പപ്പ പറിക്കാണ്ട് നിർത്തിയേക്കണേ ആയതുകൊണ്ട് കണ്ടോ ഇതൊന്ന് പറിച്ച് കാണാം അയ്യോ കല്ലുകൾ ഓ ഇത് അയ്യോ മൽപ്പിടുത്തം പിടിക്കണമുണ്ടോ ഓയ്യോ ഇത് നോക്ക് ഇതുണ്ടോ ഇത് നോക്ക് എൻ്റെ തട നോക്കിക്കേ നല്ല കിണങ്ങ് ഉണ്ടോ കിണങ്ങായിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ ഒരുക്കി എടുക്കൽ മഹാചടങ്ങാണ് അതാ ഇനി ഇവിടെ ഉണ്ട് ഇതാ ഇത് പറഞ്ഞില്ല അതെ കണ്ടോ ഒരു കടയാണേ ഇത് ഇത്രയൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ മഞ്ഞളൊക്കെ ഉണ്ടാവണേക്കാളും കൂടുതൽ വിളവുണ്ടാവും പക്ഷേ ഇത് പറിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണെന്നുള്ളൂ ചില സീസണിൽ ഇതിന് നല്ല വിലയായിരിക്കും പക്ഷേ ചില സീസണിൽ വില കുറവുമായിരിക്കും അപ്പോൾ സീസൺ അനുസരിച്ചിരിക്കും അപ്പോൾ ഇത് ഈ പ്രാവശ്യം പപ്പ പറിക്കാൻ നിർത്തിയേക്കണം ഇത് അരിഞ്ഞ് വേര് ചെത്തി അരിഞ്ഞുണങ്ങി കൊടുക്കണം പക്ഷേ അത്യാവശ്യം വിലയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.